അഡ്വാൻസ്ഡ് ഫങ്ഷണൽ അനാലിസിസിൻ്റെ അടുത്ത ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ വീണ്ടും കണ്ടിന്യൂ ചെയ്യുന്നത് ഫ്രെഡോം തിയറി ഓഫ് കോമ്പാക്റ്റ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്ക് തന്നെയാണ്. അപ്പോൾ ഇതുവരെ നമ്മളിവിടെ പഠിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. ലെറ്റ് E1 be a closed proper subspace of E, then there exists a y0 in E with norm 1 which is at least at a distance 1/2 from the space E1, and then in an infinite dimensional space the identity operator is not a compact operator. Then we proved that 0 is always in the spectrum of every compact operator on an infinite dimensional Banach space. പിന്നെ നമ്മൾ പഠിച്ചത് the spectrum, point spectrum sigma p of t of a compact operator t is at most a sequence lambda I converging to 0, and every lambda I has finite multiplicity. പിന്നെ നമ്മൾ പ്രൂവ് ചെയ്തത് ഇതാണ്, ടി ഒരു കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസ് ആണെങ്കിൽ ഇമേജ് ഓഫ് ടി ലാംഡ ഈസ് എ ക്ലോസ്ഡ് സബ്സ്പേസ് ഫോർ എവരി ലാംഡ നോട്ട് ഈക്വൽ ടു 0. ആൻഡ് അതിൻ്റെ ഒരു കൊറോളറി ആയിട്ട് നമ്മൾ പ്രൂവ് ചെയ്തു ഇമേജ് ഓഫ് ടി സ്റ്റാർ ലാംഡ ബാർ ഈസ് ഓൾസോ എ ക്ലോസ്ഡ് സബ്സ്പേസ് ഓഫ് എക്സ് സ്റ്റാർ. ദെൻ നമ്മൾ പ്രൂവ് ചെയ്തത് ഇതാണ്, ഇഫ് ടി ഈസ് എ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഓൺ എൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാക് സ്പേസ്, ഡെൽറ്റ ലാംഡ ഇമേജ് ഓഫ് ടി ലാംഡ ഈക്വൽ ടു എക്സ് ഇംപ്ലൈസ് കേർണൽ ഓഫ് ടി ലാംഡ ഈക്വൽ ടു 0, or equivalently kernel of t lambda not equal to 0 implies image of t lambda not equal to x. അതായത് സർജക്റ്റീവ് ആണെങ്കിൽ ഇൻജക്റ്റീവ് ആണ്. സിമിലർലി നമുക്ക് ഇവിടെ നമുക്ക് ടി സ്റ്റാറിനും ടി ലാംഡ സ്റ്റാറിനും ഇതേ റിസൾട്ട് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മൾ മുമ്പ് പഠിച്ച ചില ഡെഫിനിഷൻസും റിസൾട്ട്സും ആണ് ഞാനിവിടെ റീകോൾ ചെയ്യുന്നത്. If L is a subspace of X, then by L perp we mean set of all F in X star dual space of X which takes L to 0. ഏതൊക്കെ ലീനിയർ ഫങ്ഷണൽസ് ആണോ, ഏതൊക്കെ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് ആണോ എൽ എന്ന് പറയുന്ന സബ്സ്പേസിനെ കംപ്ലീറ്റ് ആയിട്ട് 0യിലേക്ക് കൊണ്ടുപോകുന്നത്, അങ്ങനെയുള്ള ഫങ്ഷണൽസിൻ്റെ കളക്ഷനാണ് എൽ പെർപ്പ് എന്ന് പറയുന്നത്. ലെറ്റ് എഫ് ബി എ സബ്സ്പേസ് ഓഫ് എക്സ് സ്റ്റാർ, ദെൻ എഫ് ലോവർ പെർപ്പ് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻ്റർസെക്ഷൻ എഫ് വാരീസ് ഓവർ ക്യാപിറ്റൽ എഫ് കേർണൽ ഓഫ് എഫ്. ഇവിടെ നമ്മൾ എടുക്കുന്നത് ഡുവൽ സ്പേസിൻ്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് എഫ് എടുക്കുന്നത്. എഫ് ഈസ് എ സബ്സെറ്റ് ഓഫ് ദ ഡുവൽ സ്പേസ്. ദെൻ ബൈ എഫ് ലോവർ പെർപ്പ് വി മീൻ ദാറ്റ് എഫിലുള്ള ഓരോ ലീനിയർ ഫങ്ഷണലിൻ്റെയും കേർണൽ കാണാം, അതിൻ്റെ എല്ലാം കൂടി ഇൻ്റർസെക്ഷനെയാണ് നമ്മൾ എഫ് ലോവർ പെർപ്പ് എന്ന് പറയുന്നത്. And then we proved a result that if L is a closed subspace of X, then L perp or lower perp of L perp is equal to L itself. അടുത്തതായിട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മളൊരു എക്സസൈസ് പ്രോബ്ലം ആണിത്. ലെറ്റ് എ എലമെൻറ്റ് ഓഫ് L of xy, then image of A perp is same as kernel of A star. A ഒരു ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ ആണ്. ഇമേജ് ഓഫ് എയുടെ പെർപ്പ് എന്ന് പറയുന്നത് കേർണൽ ഓഫ് ഡുവൽ ഓഫ് എ ആണ്, കേർണൽ ഓഫ് എ സ്റ്റാർ. ദെൻ കേർണൽ ഓഫ് എ ഈസ് സെയിം ആസ് ഇമേജ് ഓഫ് എ സ്റ്റാർ ലോവർ പെർപ്പ്. ഈ രണ്ട് റിസൾട്ടുകളാണ് നമ്മളിവിടെ ആദ്യം പ്രൂവ് ചെയ്യുന്നത്. സോ ആദ്യം നമുക്ക് ഫസ്റ്റ് റിസൾട്ട് പ്രൂവ് ചെയ്യാം. ഇമേജ് ഓഫ് എ പെർപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡെഫിനിഷൻ പ്രകാരം സെറ്റ് ഓഫ് ഓൾ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസ് വിച്ച് ടേക്സ് ഇമേജ് ഓഫ് എ ടു 0, സെറ്റ് ഓഫ് ഓൾ എഫ് എലമെൻറ്റ് ഓഫ് എക്സ് സ്റ്റാർ സച്ച് ദാറ്റ് എഫ് ഓഫ് ഇമേജ് ഓഫ് എ ഈസ് ഈക്വൽ ടു 0. അങ്ങനത്തെ ഈ സെറ്റിൽ നിന്ന് നമ്മളൊരു എഫ് എടുക്കണം. സോ എഫ് ഈസ് എൻ എലമെൻറ്റ് ഓഫ് ഇമേജ് ഓഫ് എ പെർപ്പ്. ദിസ് ഇംപ്ലൈസ് എഫ് ഓഫ് എ ഓഫ് എക്സ് ഈക്വൽ ടു 0. ഇമേജ് ഓഫ് എയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും ഇറ്റ് ഈസ് ഓഫ് ദ ഫോം എ എക്സ്. സോ എഫ് ഓഫ് എ എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് നമുക്ക് പറയാം. ആൻഡ് എഫ് ഓഫ് എ എക്സ് ഈസ് സെയിം ആസ് എ സ്റ്റാർ ഓഫ് എഫ് ഓഫ് എക്സ്. സോ എ സ്റ്റാർ ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എന്ന് പറയാം. സോ എ സ്റ്റാർ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ x element of capital X, or
This implies and implied by A star of F is identically equal to 0 on X. A star F equal to 0. And this means F is in the kernel of A star. So whenever we take F from image of A perp, F is in kernel of A star, and converse is also true. So we get image of A perp is same as kernel of A star. അടുത്തതായിട്ട് സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാണ് നമ്മൾ. നമുക്ക് ഇമേജ് എ സ്റ്റാർ പെർപ്പ് ലോവർ പെർപ്പ് ഇസ് സെയിം ആസ് ഇൻ്റർസെക്ഷൻ ഓവർ എഫ് വാരീസ് ഓവർ ഇമേജ് ഓഫ് എ സ്റ്റാർ കേർണൽ ഓഫ് എഫ് ആണെന്ന് അറിയാം. സോ ടേക്ക് എൻ എക്സ് ഫ്രം image of A star lower perp. That means this X is in kernel of F for every F element of image of A star. So f of x equal to 0 for all F element of image of A star. ഇനി ഇവിടെ F image of A സ്റ്റാറിലുണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? A star is a mapping from Y star to X star. So this means F is in the image of A star means there exists some G in Y star such that this F is equal to A star of G. So നമുക്ക് പറയാം f of x equal to 0 for all f element of image of A star എന്ന് പറയുന്നതിന് ഈക്വാലൻ്റ് ആയിട്ട് നമുക്ക് പറയാം A star G of x is equal to 0 for all G element of Y star, because A star Gകളെല്ലാം image of A സ്റ്റാറിലുള്ളവരാണ്. image of A സ്റ്റാറിലുള്ള എല്ലാവരും A star of G ഫോമിലുള്ളവരായിരിക്കും, where G is in Y star. So we get A star G of x equal to 0. A star G of x is same as G of A of x. So this means G of A of x equal to 0 for all G element of Y star, or this A of x is in the kernel of G for every G element of Y star. If A of x is in the kernel of G for every G element of Y star, then there is only possibility that A of x is equal to 0. A of x equal to 0 ആണെങ്കിൽ നമുക്കറിയാം x is in the kernel of A, and ഇതിൻ്റെയൊക്കെ കോൺവേഴ്സും ട്രൂ ആണ്. So we can say that kernel of A is same as image of A star lower perp. ഈ രണ്ട് റിസൾട്ടുകളാണ് നമ്മൾ അടുത്ത പ്രപ്പോസിഷൻ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതിവിടെ പ്രൂവ് ചെയ്തത്. ഇന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്ന പ്രപ്പോസിഷൻ ഇതാണ്. ഡെൽറ്റ ലാംഡ പെർപ്പ് is equal to kernel of T star lambda bar, and since delta lambda is a closed subspace, then delta lambda not equal to x implies kernel of T star lambda bar not equal to 0. Moreover, delta lambda is equal to kernel of T lambda bar star per lower perp. രണ്ടാമതായിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേർണൽ ഓഫ് ടി ലാംഡ ഈസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ലാംഡ ബാർ ലോവർ പെർപ്പ്, ആൻഡ് മോർ ഓവർ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ് ഇസ് സെയിം ആസ് ഡെൽറ്റ സ്റ്റാർ ലാംഡ ബാർ. അപ്പം ഇവിടെ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത റിസൾട്ട്, ഇഫ് എ ഈസ് ഇൻ എൽ ഓഫ് എക്സ് വൈ, ദെൻ ഇമേജ് ഓഫ് എ perp is equal to kernel of A star, and kernel of A is equal to image of A star lower perp എന്നുള്ള റിസൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ എ എന്നുള്ളതിന് പകരം നമുക്ക് ഡെൽറ്റ ലാംഡ എടുക്കാം. സോ ഇവിടെ എ എക്സിൽ നിന്ന് വൈയിലേക്കുള്ളതാണ്, നമ്മൾ എടുക്കുന്ന ടി എക്സിൽ നിന്ന് എക്സിലേക്ക് തന്നെയുള്ളതാണ്. സോ ടേക്ക് വൈ ഈക്വൽ ടു എക്സ് ആൻഡ് എ ഈസ് ഈക്വൽ ടു ടി ലാംഡ. ഇഫ് വി സബ്സ്റ്റിറ്റ്യൂട്ട് ടി ലാംഡ ഫോർ എ, വി ഗെറ്റ് image of T lambda perp is equal to kernel of T lambda star എന്ന് നമുക്ക് കിട്ടും. And what is kernel T lambda star? This is T minus lambda I whole star, and this is equal to T star minus lambda I star. And lambda I star is nothing but lambda conjugate I. So this is equal to T star minus
lambda conjugate I. So we can write this as T star lambda bar. Okay. So image of T lambda perp is equal to kernel of T star lambda conjugate, and kernel of T lambda is equal to image of T star lambda bar lower perp. Image of T lambda എന്നുള്ളതിനെയാണ് നമ്മൾ ഡെൽറ്റ ലാംഡ എന്ന് എഴുതുന്നത്. സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, ഡെൽറ്റ ലാംഡ പെർപ്പ് ഇസ് ഈക്വൽ ടു കേർണൽ ഓഫ് ടി ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ. അതായത് നമുക്ക് ഈ റിസൾട്ട് കിട്ടി. അതുപോലെ കേർണൽ ഓഫ് ടി ലാംഡ ഇസ് ഈക്വൽ ടു ഇമേജ് ഓഫ് ടി ലാംഡ ബാർ സ്റ്റാർ, വിച്ച് ഇസ് സെയിം ആസ് delta lambda bar star. So kernel of T lambda is equal to delta lambda bar star perp, lower perp. So ഈ റിസൾട്ടും നമുക്ക് കിട്ടി. സോ ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇതാണ്, കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. So we are assuming that f is in delta star lambda bar. അതായത് ഇമേജ് ഓഫ് ടി സ്റ്റാർ ലാംഡ ബാറിലുണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. ഇഫ് എഫ് ഇസ് ഇൻ ഇമേജ് ഓഫ് ടി സ്റ്റാർ ലാംഡ ബാർ, there exists some h in x star such that this f can be written as ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച്. ഇമേജിലുണ്ട് എന്നുള്ളത് കൊണ്ട് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച് ഫോമിൽ നമുക്ക് എഫിനെ എഴുതാൻ പറ്റും. സോ ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് ടി ലാംഡ ആൻഡ് എഫ് ഇൻ ഡെൽറ്റ സ്റ്റാർ ഓഫ് ലാംഡ കോൺജുഗേറ്റ്, നമുക്ക് എഫ് ഓഫ് എക്സ് എന്നുള്ളതിനെ എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച്. സോ ദിസ് ഇസ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച് ഓഫ് എക്സ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും. അതായത് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച് ഓഫ് എക്സ്. ഓക്കെ, ഡുവൽ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് സെയിം ആസ് എച്ച് ഓഫ് ടി ലാംഡ ഓഫ് എക്സ്. ആൻഡ് ടി ലാംഡ ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ബിക്കോസ് നമ്മൾ എക്സ് എടുത്തിരിക്കുന്നത് കേർണൽ ഓഫ് ടി ലാംഡയിൽ നിന്നാണ്. സോ എച്ച് ഓഫ് ടി ലാംഡ ഓഫ് എക്സിൽ ടി ലാംഡ ഓഫ് എക്സ് 0 ആണ്. സോ ദിസ് ഇസ് എച്ച് ഓഫ് 0. എച്ച് ഓഫ് 0 ഇസ് 0. സോ നമുക്കിപ്പോൾ കിട്ടിയത് ഇതാണ്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദാറ്റ് മീൻസ് എഫ് ടേക്സ് കേർണൽ ഓഫ് ടി ലാംഡ ടു 0. കേർണൽ ഓഫ് ടി ലാംഡയെ മുഴുവനായിട്ടും എഫ് 0യിലേക്കാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഈസ് ഇൻ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ്. സോ നമുക്ക് ഒരു ഇൻക്ലൂഷൻ കിട്ടി. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഈക്വാലിറ്റി ഇതാണ്. ഇതിൽ ആർ എച്ച് എസ് ഈസ് എ സബ്സെറ്റ് ഓഫ് എൽ എച്ച് എസ് എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇൻവേഴ്സ് ഇൻക്ലൂഷൻ പ്രൂവ് ചെയ്യണം. അതിന് നമ്മൾ എന്താ ചെയ്യണേ നോക്കുക. ഇഫ് എഫ് ഈസ് ഇൻ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ്, കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ് എന്ന് വെച്ചാൽ നമുക്കറിയാം ടി ലാംഡയെ കംപ്ലീറ്റ് ആയിട്ട് 0യിലേക്ക് കൊണ്ടുപോകുന്ന ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റേഴ്സിൻ്റെ കളക്ഷനാണ്. സോ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ് ഇസ് ഈക്വൽ ടു G set of for G in X star where G of kernel of T lambda equal to 0. അപ്പോൾ നമുക്ക് പറയാം F takes kernel of T lambda to 0. F of kernel of T lambda equal to 0 or F of X equal to 0 for all X element of kernel of T lambda. Okay. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം ഇതാണ്, this F is in delta സ്റ്റാർ ഓഫ് ലാംഡ കോൺജുഗേറ്റ്. ഡെൽറ്റ സ്റ്റാർ ലാംഡ കോൺജുഗേറ്റിലുണ്ടെന്ന് കാണിക്കണം. അതായത് ഇമേജ് ഓഫ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റിലെ ഒരു എലമെൻ്റ് ആണ് എഫ് എന്ന് കാണിക്കണം. ദാറ്റ് മീൻസ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്, ദർ ഈസ് സം എച്ച് ഇൻ എക്സ് സ്റ്റാർ സച്ച് ദാറ്റ് ദിസ് എഫ് ക്യാൻ ബി റിട്ടൺ ആസ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച്. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യം. സോ y എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ടി ലാംഡയിലുണ്ട് എന്ന് അസ്യൂം ചെയ്യാം. y ഇമേജ് ഓഫ് ടി ലാംഡയിലുണ്ടെങ്കിൽ വി നോ ദാറ്റ് ദർ ഈസ് സം എക്സ് ഇൻ ക്യാപിറ്റൽ എക്സ് സച്ച് ദാറ്റ് y ഈസ് ഈക്വൽ ടു ടി ലാംഡ എക്സ്. നമ്മളൊരു h0 എന്ന് പറയുന്ന ഒരു
ഓപ്പറേറ്റർ ഡിഫൈൻ ചെയ്യാണ്. എച്ച് നോട്ട് ഇസ് ഫ്രം ഇമേജ് ഓഫ് ടി ലാംഡ ടു സി. ഇമേജ് ഓഫ് ടി ലാംഡ ടു സി എച്ച് നോട്ടിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. എച്ച് നോട്ട് ഓഫ് വൈ ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞു വൈ ഇമേജ് ഓഫ് ടി ലാംഡയിൽ ഉണ്ടെങ്കിൽ വൈ ടി ലാംഡ ഓഫ് എക്സ് ഫോർ സം എക്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു എക്സിനാവണം എന്നില്ല, ഒന്നിൽ കൂടുതൽ എക്സുകൾ ഇതേ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവാം. എനിവേ വൈ ഈസ് ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് ഫോർ സം എക്സ്. ആ എക്സ് ആണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി എഫ് എടുത്തിട്ടുണ്ട്. സോ വി ആർ ഡിഫൈനിങ് എച്ച് നോട്ട് ഫ്രം ഇമേജ് ഓഫ് ടി ലാംഡ ടു സി സച്ച് ദാറ്റ് എച്ച് നോട്ട് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈ ഈസ് ഈക്വൽ ടു ടി ലാംഡ എക്സ് എന്നുള്ള ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് യുണീക്ക് ആവണം എന്നില്ല. ഒന്നിൽ കൂടുതൽ എക്സുകൾ ഇതേ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവാം. അതായത് ടി ലാംഡ ഒന്നിൽ കൂടുതൽ എക്സുകളെ വൈയിലേക്ക് മാപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എക്സിന് പകരം വേറെ ഒരു x1 ആണ് എടുക്കുന്നതെങ്കിൽ വെദർ വി ഗെറ്റ് ദ സെയിം വാല്യൂ ഹിയർ, അതാണ് നമ്മളിനി നോക്കേണ്ടത്. അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് എച്ച് നോട്ട് ഇസ് വെൽ ഡിഫൈൻഡ്. അപ്പോൾ ഏത് എക്സ് എടുത്താലും വൈ ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് എന്നുള്ള പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏത് എക്സ് എടുത്താലും എച്ച് നോട്ട് ഓഫ് വൈക്ക് സെയിം വാല്യൂ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് എച്ച് നോട്ട് വെൽ ഡിഫൈൻഡ് ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് എച്ച് നോട്ട് വെൽ ഡിഫൈൻഡ് ആണ് എന്നാണ്. സോ സപ്പോസ് x1 is in x is such that y is equal to t lambda of x1. അപ്പോൾ ഇവിടെ y ഈക്വൽ ടു ടി ലാംഡ ഓഫ് എക്സ് ആണ്, അതുപോലെ y ഈക്വൽ ടു ടി ലാംഡ ഓഫ് x1 ആണ്. അങ്ങനെയാണെങ്കിൽ ടി ലാംഡ ഓഫ് എക്സ് മൈനസ് ടി ലാംഡ ഓഫ് x1 എന്ന് പറയുന്നത് y മൈനസ് y വിൽ ബി 0. ദാറ്റ് മീൻസ് x മൈനസ് x1 ഈസ് ഇൻ കേർണൽ ഓഫ് ടി ലാംഡ. ഓക്കെ, എക്സ് മൈനസ് x1 കേർണൽ ഓഫ് ടി ലാംഡയിലാണെങ്കിൽ നമ്മളിവിടെ ഇക്വേഷൻ 1 പ്രൂവ് ചെയ്തിട്ടുണ്ട് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് കേർണൽ ഓഫ് ടി ലാംഡ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയത് എക്സ് മൈനസ് x1 എന്ന് പറയുന്നത് കേർണൽ ഓഫ് ടി ലാംഡയിലുണ്ട്. മീൻസ് എഫ് വിൽ ടേക്ക് എക്സ് മൈനസ് x1 ടു 0. സോ വി ഹാവ് എഫ് ഓഫ് എക്സ് മൈനസ് x1 ഈക്വൽ ടു 0. എഫ് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആയതുകൊണ്ട് എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. സോ എച്ച് നോട്ട് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആൻഡ് ദാറ്റ് എഫ് ഓഫ് എക്സ് ഇസ് സെയിം ആസ് എഫ് ഓഫ് x1. ദാറ്റ് മീൻസ് എച്ച് നോട്ട് ഇസ് വെൽ ഡിഫൈൻഡ്. അടുത്തതായിട്ട് നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്ററാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ എച്ച് നോട്ട് ഓഫ് വൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണേ. ഇവിടെ എഫും ലീനിയർ ആണ്, ടി ലാംഡയും ലീനിയർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എച്ച് നോട്ടും ലീനിയർ ആയിരിക്കും. സോ എച്ച് നോട്ട് ഈസ് എ ലീനിയർ മാപ്പ് ഫ്രം ഇമേജ് ഓഫ് ടി ലാംഡ ടു സി. സോ വി ക്യാൻ സേ ദാറ്റ് എച്ച് നോട്ട് ഈസ് എ ലീനിയർ ഫങ്ഷണൽ ഓൺ ഇമേജ് ഓഫ് ടി ലാംഡ എന്ന് നമുക്ക് പറയാം. അടുത്തതായിട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഈ എച്ച് നോട്ട് ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ഓൺ ഇമേജ് ഓഫ് ടി ലാംഡ ആണെന്നാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ക്ലെയിം നമ്മൾ എടുത്തിരുന്നു ഇൻ ദ പ്രൊപ്പോസിഷൻ ഓഫ് ഇൻ ദ പ്രൂഫ് ഓഫ് പ്രൊപ്പോസിഷൻ ഓഫ് 5.2.5. ഇഫ് let alpha y equal to infimum of norm z where z is in ey where ey is t lambda inverse of singleton y. അതായത് ടി ലാംഡ വൈയിലേക്ക് ഏതൊക്കെ എക്സുകളെ മാപ്പ് ചെയ്യുന്നോ അങ്ങനെയുള്ള എല്ലാ എക്സുകളുടെയും കൂടി കളക്ഷനാണ് ഇ വൈ. അതിലുള്ള എലമെൻസിൻ്റെ നോമിൻ്റെ ഇൻഫിമത്തിനെയാണ് നമ്മൾ ആൽഫ വൈ എന്ന് വിളിക്കുന്നത്. ദെൻ ദർ എക്സിസ്റ്റ് എ കോൺസ്റ്റൻറ്റ് സി ഇൻഡിപെൻഡൻറ്റ് ഓഫ് വൈ സച്ച് ദാറ്റ് ആൽഫ വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോം വൈ എന്ന് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഈ ക്ലെയിം നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. സോ ഈ ക്ലെയിം പ്രകാരം we can take x such that norm of x is less than or equal to c norm y, or we can say that norm of x is less than or equal to കുറച്ചും കൂടി സേഫ് ആവാൻ വേണ്ടിയിട്ട് this is less than or equal to c plus 1 norm y. സോ ആൽഫ വൈ എന്ന് പറയുന്നത് ഇവിടെ ഇൻഫിമം ആണല്ലോ. സോ ഇൻഫിമത്തിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് എപ്പോഴും ഇ വൈയിൽ നിന്ന് നോം ആൽഫ വൈയിലേക്ക് കൺവെർജ് ചെയ്യുന്ന ഒരു സീക്വൻസ് നമുക്ക് ഇ വൈയിൽ നിന്ന് എടുക്കാൻ പറ്റും. ആ പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ഇത് പറയുന്നത് നോം എക്സ് ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പ്ലസ് 1 നോം വൈ. ഓക്കെ, ഇപ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് എച്ച് നോട്ട് ഓഫ് വൈ
is same as absolute value of f of x. f bounded linear operator ആണ്. So this is less than or equal to norm f into norm x. ഇപ്പോൾ നമുക്കറിയാം norm x is less than or equal to c plus 1 norm y. So this is less than or equal to norm f into c plus 1 norm y for every y element of y. So what we have is absolute value of h naught of y less than or equal to a constant into norm y for all y. So that means h naught from image of t lambda to c is a bounded linear function. അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് ഹാൻബനാക്ക് തിയറം ആണ്. ഹാൻബനാക്ക് തിയറത്തിൽ നമ്മൾ പറയുന്നത് ഇതാണ്: ഒരു ക്ലോസ്ഡ് സബ്സ്പേസിൽ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എല്ലാ ബൗണ്ടഡ് ലീനിയർ ഫങ്ഷണൽസിനെയും ഫുൾ സ്പേസിലേക്ക് വിത്തൗട്ട് ചേഞ്ചിങ് നോം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സോ ദർ ഈസ് ആൻ എക്സ്റ്റെൻഷൻ എച്ച് ടു എക്സ് സ്റ്റാർ. ഇപ്പോൾ എച്ച് നോട്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇമേജ് ഓഫ് ടി ലാംഡയിലാണ്. ആൻഡ് ഇമേജ് ഓഫ് ടി ലാംഡ എന്ന് പറയുന്നത് എക്സിൻ്റെ ഒരു സബ്സ്പേസ് ആണ്, ക്ലോസ്ഡ് സബ്സ്പേസ് ആണ്. സോ നമുക്ക് എച്ച് നോട്ടിനെ എക്സിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യിക്കാം. ആ എക്സ്റ്റെൻഡഡ് മാപ്പിനെയാണ് നമ്മളിവിടെ എച്ച് എന്ന് വിളിക്കുന്നത്. സോ എച്ച് നോട്ട് വാസ് ഇൻ ഇമേജ് ഓഫ് ടി ലാംഡ സ്റ്റാർ. പക്ഷേ എച്ച് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിലെ തന്നെ ഒരു എലമെൻ്റ് ആണ്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ആൻ എക്സ്റ്റൻഷൻ എച്ച് ഇൻ എക്സ് സ്റ്റാർ ഓഫ് എച്ച് നോട്ട് ഓൺ ഓൾ ദ സ്പേസ് എക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റി. അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് വി ഹാവ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് എച്ച് ഓഫ് എക്സ് ഇസ് നമുക്ക് ഡുവൽ ഓപ്പറേറ്ററിൻ്റെ ഡെഫിനിഷൻ പ്രകാരം ദിസ് ഇസ് സെയിം ആസ് എച്ച് ഓഫ് ടി ലാംഡ ഓഫ് എക്സ്. ഈ ടി ലാംഡ ഓഫ് എക്സ് എന്ന് പറയുന്ന ആൾ എവിടെയുണ്ട്? ദിസ് ടി ലാംഡ ഓഫ് എക്സ് ഈസ് ഇൻ ഇമേജ് ഓഫ് ടി ലാംഡ. ഇമേജ് ഓഫ് ടി ലാംഡയിൽ എച്ചും എച്ച് നോട്ടും സെയിം തന്നെയാണ്. സോ ദിസ് ഇസ് എച്ച് നോട്ട് ഓഫ് ടി ലാംഡ ഓഫ് എക്സ്. എച്ച് നോട്ടിൻ്റെ ഡെഫിനിഷൻ പ്രകാരം എച്ച് നോട്ട് ഓഫ് ടി ലാംഡ ഓഫ് എക്സ് ഇസ് നത്തിങ് ബട്ട് എഫ് ഓഫ് എക്സ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയത് ഇതാണ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതും ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് എച്ച് ഓഫ് എക്സ് എന്ന് പറയുന്നതും സെയിം ആണ് ഫോർ എനി എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ്. മീൻസ് എഫ് ഇസ് ഈക്വൽ ടു ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് ഓഫ് എച്ച്, ഓർ എഫ് ഈസ് ഇൻ ഡെൽറ്റ സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ്, ഇമേജ് ഓഫ് ടി സ്റ്റാർ ലാംഡ കോൺജുഗേറ്റ് എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇപ്പം നമുക്കിവിടെ കിട്ടിയത് എന്താണ്? എഫ് ഇസ് ഇൻ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പ് എന്നെടുത്തു, ആൻഡ് വി ഗെറ്റ് എഫ് ഈസ് ഇൻ ഡെൽറ്റ ലാംഡ കോൺജുഗേറ്റ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ലാംഡ കോൺജുഗേറ്റ് എന്ന് കിട്ടി. ദാറ്റ് മീൻസ് കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പസ് എ സബ്സെറ്റ് ഓഫ് ഡെൽറ്റ സ്റ്റാർ ഓഫ് ലാംഡ കോൺജുഗേറ്റ്. അപ്പം ഇതിൻ്റെ ഇൻവേഴ്സ് ഇൻക്ലൂഷൻ ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുള്ളതാണ്. സോ കേർണൽ ഓഫ് ടി ലാംഡ പെർപ്പസ് ഈക്വൽ ടു ഡെൽറ്റ ലാംഡ കോൺജുഗേറ്റ് സ്റ്റാർ എന്ന് നമുക്ക് കിട്ടി. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്ന ബാക്കിയുണ്ടായിരുന്ന കാര്യം. അപ്പോൾ അതിപ്പോൾ ഇവിടെ നമ്മൾ പ്രൂവ് ചെയ്തു.